ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളുടെ ചെറിയൊരു അടുക്കളത്തോട്ടം കാണിക്കാൻ വേണ്ടി വന്ന കേട്ടോ. ഇത് കംപ്ലീറ്റ് നമ്മളിവിടെ മഞ്ഞയാണ് വെച്ചിരിക്കുന്നത്. ഈ മഞ്ഞൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മൾ കുറച്ച് വഴുതനയും പച്ചമുളകും എല്ലാം കയറ്റിയിട്ടുണ്ട്, വെണ്ടയും. ആ ഒരു ഏരിയ കംപ്ലീറ്റ് നമ്മൾ വെണ്ടയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം ഇപ്പോൾ കാണിച്ചു തരാം. ഇത് കംപ്ലീറ്റ് പച്ചമുളകാണ് കേട്ടോ. ഈ ഒരു കംപ്ലീറ്റ് പച്ചമുളകാണ്. നമുക്ക് കുറേ അധികം വഴുതന തൈകൾ നമ്മൾ വെച്ചിരുന്നു ഈ ഒരു സീസണിൽ. അപ്പോൾ ഈ 2-3 ഏരിയ കംപ്ലീറ്റ് നമ്മൾ വഴുതനയാണ് വെച്ചത്. അപ്പോൾ അതെല്ലാം പൂത്തു കായ്ച്ചു, നല്ല ഭംഗിയുള്ള കായ്കളൊക്കെ ആയിരുന്നു. കാണാൻ തന്നെ നല്ല രസമായിരുന്നു. അതുപോലെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന വഴുതനയും പച്ചക്കറികളായിട്ട് നമുക്ക് ഒട്ടും കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു ഐറ്റം ആയിരുന്നു അത്. ഭയങ്കര ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതിന് ഇപ്പോൾ പുതുതായിട്ടൊരു പ്രോബ്ലം വന്നിരിക്കുകയാണ്. ഇതിനകത്ത് ഞാൻ പറഞ്ഞത് ഈ 2 ഏരിയയും കംപ്ലീറ്റ് നമ്മൾ വഴുതന വെച്ചാണ്. അതൊക്കെ ഞങ്ങൾ പറിച്ച് കളയേണ്ട അവസ്ഥയായി. അതിനകത്ത് നിറയെ പൂവും കായും ഉള്ള ടൈമിൽ തന്നെ നമുക്കത് പറിച്ച് കളയേണ്ട അവസ്ഥയായി. കാരണം വേറെ ഒന്നുമല്ല, അതേ രോഗം ഇപ്പോൾ ഈ തക്കാളിക്ക് ബാധിച്ചിരിക്കുകയാണ്. തക്കാളി ഉണ്ടോ, നിറയെ പൂവ് കായ എല്ലാം ഉണ്ട്, അങ്ങനെയും നിന്നങ്ങോട്ട് ഉണങ്ങിപ്പോവുക. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയുമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം. അത് നമ്മൾ വെച്ച പാടെ പോവുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ ഇത്രത്തോളം വലുതായി കുറേ പൂവും കായും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ, ഒരു പ്രതീക്ഷ തന്നിട്ട് ഇങ്ങനെ പോകുമ്പോൾ അത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. അപ്പോൾ ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഈ സൈഡ് നമ്മൾ കംപ്ലീറ്റ് മഞ്ഞ തന്നെ വെച്ചിരിക്കുന്നത്. നേരത്തെ ഇവിടെ കപ്പ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. കപ്പ കൂവ അങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ കുറേ വെച്ചിരുന്നു. പക്ഷേ അത് പന്നീൻ്റെ ശല്യം കാരണം നമ്മളിപ്പോൾ അതൊക്കെ ഒഴിവാക്കി ഇപ്പോൾ കംപ്ലീറ്റ് മഞ്ഞയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ഇത് ചാമ്പ മരമാണ്. അപ്പോൾ ഈ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി മാത്രം ഞാൻ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഒന്ന് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞങ്ങൾ ഒരുപാട് വഴുതന തൈകൾ നമ്മൾ പറിച്ച് കളയേണ്ട അവസ്ഥയായി. ഭയങ്കര സങ്കടമായിരുന്നു അത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വെണ്ടയുടെയും ഈ ഇലയൊക്കെ ചുരുണ്ട് കിടക്കുന്നുണ്ടോ, അങ്ങേ അറ്റത്ത് ആ വെണ്ട അങ്ങനെ വാടിത്തുടങ്ങി. അതിനും പ്രോബ്ലമായി. അപ്പോൾ എന്തൊരു രോഗം ബാധിക്കുകയാണെന്നാണ് തോന്നുന്നത്. ഇതിനകത്തൊക്കെ പുഴുക്കളാണ്. ഈ ചുരുണ്ടിരിക്കുന്ന ഇലക്കകത്തൊക്കെ പുഴുക്കളുണ്ട് നല്ലപോലെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറാൻ എന്താ ചെയ്യേണ്ടത് എന്ന് അറിയണവർ ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞു തരണം. ഞങ്ങളിത് വഴുതന തൈകളൊക്കെ പിഴുതെറിഞ്ഞിരിക്കുകയാണ് ഇവിടെ. അതുപോലെ ഇന്നൊരെണ്ണം ഇതുപോലെ ആയപ്പോൾ അതിനെ എടുത്തിട്ട് ഒരെണ്ണം ഞാൻ ആ വാടിയ ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചുമ്മാ വേരോട് കൂടെ തന്നെ ഇത് ഇവിടെ എടുത്ത് വെച്ചു. ഇനിയിപ്പോൾ അത് വരുമോ എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ. കണ്ടോ, അതിനകത്ത് നിറയെ കായ പൂവ് എല്ലാം ഉണ്ട്. കാരണം കളയാൻ മനസ്സ് കയറുന്നില്ല. അപ്പോൾ ജസ്റ്റ് ആ വാടിയ ഭാഗമൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ഇവിടെ വെച്ചു. വരുമോ എന്ന് അറിഞ്ഞുകൂടാ, നോക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.